തൃശൂർ ജില്ലയിൽ വോട്ടെണ്ണും മുൻപ് തന്നെ ഇടതുപക്ഷം തോൽവി ഉറപ്പിച്ച ഒറ്റ മണ്ഡലമേ ഉള്ളൂ. അത് കവി ആലങ്കോട് ലീലാകൃഷ്ണൻ മത്സരിച്ച തൃശൂരാണ്. ചാലക്കുടിയിലും മണലൂരും പിന്നോട്ട് പോകുമെന്ന് ഇടതുപക്ഷം സംയുക്തമായി വിലയിരുത്തുമ്പോഴും ഉറപ്പായും തോൽക്കുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞ മണ്ഡലം തൃശൂർ മാത്രം. തോൽക്കുമെന്ന് മാത്രമല്ല, മൂന്നാം സ്ഥാനത്തേക്ക് പോകും എന്നാണ് വിലയിരുത്തൽ. 2016 VS സുനിൽകുമാർ 6987 വോട്ടിനും 2021 P ബാലചന്ദ്രൻ 946 വോട്ടിനും ജയിച്ച മണ്ഡലത്തിൽ ഇക്കുറി ആലങ്കോടിന്റെ തോൽവി ഇത്രയും ആധികാരികമായി ഇടതുപക്ഷം തന്നെ പറയുന്നത് എന്തുകൊണ്ട്? തൃശൂരിൽ ആലങ്കോടിനെ ചതിച്ചതാര്? രാഷ്ട്രീയത്തിൽ ഒട്ടും പരിചയമില്ലാത്ത മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവിയെ ഉറപ്പായും ജയിക്കുമെന്ന് പറഞ്ഞ് തൃശൂരിൽ സ്ഥാനാർത്ഥിയാക്കി നിർത്തി കബളിപ്പിച്ചത് കോൺഗ്രസോ BJPയോ അല്ല, ഇടതുപക്ഷം തന്നെ. അതിൽ CPM-നും CPI-ക്കും തുല്യ പങ്കാണ് ഉള്ളത്. CPI-യുടെ സിറ്റിംഗ് സീറ്റാണ് ആലങ്കോട്. CPI-യുടെ സ്ഥാനാർത്ഥിയുമാണ്. CPI ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ അദ്ദേഹത്തെ അംഗീകരിച്ച് ജയിപ്പിക്കേണ്ട ഉത്തരവാദിത്തം CPM-നും ഉണ്ട്. എന്നാൽ കവിയായ ആലങ്കോടിനെ സാധാരണക്കാർക്ക് ആർക്കും അറിയില്ല എന്ന് ആദ്യഘട്ടത്തിൽ തന്നെ പ്രചരിപ്പിച്ചവരിൽ CPM-കാരും ഉണ്ട്. സ്ഥാനാർത്ഥി നിർണയം പാളിയെന്നും വോട്ടർമാരിൽ 10% പേർക്ക് മാത്രമേ ആലങ്കോടിനെ അറിയൂ എന്നുമായിരുന്നു പ്രചാരണം. ഇതിനെ പ്രതിരോധിക്കാനോ മറികടക്കാനോ ഒരു ഘട്ടത്തിലും CPI-ക്ക് കഴിഞ്ഞില്ല. പ്രാദേശിക നേതൃത്വത്തിന്റെ ശേഷിക്കുറവ് പലയിടത്തും CPI-ക്ക് വിനയായി. 10 വർഷം കൊണ്ട് മാത്രം നേതാവായ പുറത്തു നിന്നും എത്തിയ ചിലർ പ്രചാരണം ഹൈജാക്ക് ചെയ്തു എന്നാണ് പാർട്ടിക്കകത്ത് തന്നെയുള്ള വിമർശനം. ഇവർ തങ്ങൾക്ക് ആധിപത്യമുള്ള സ്ഥലങ്ങളിലേക്ക് മാത്രം സ്ഥാനാർത്ഥിയെ കൊണ്ടുപോയി. ആയതിനാൽ പ്രചാരണം ഇടതുപക്ഷത്തിന് അല്പമെങ്കിലും മേൽക്കോയ്മയുള്ള പ്രദേശങ്ങളിൽ മാത്രമായി ഒതുങ്ങി. മറ്റിടങ്ങളിൽ സ്ഥാനാർത്ഥി എത്തിയതുപോലുമില്ല. ആകെയുള്ള 211 ബൂത്തുകളിൽ പറ്റിയ ആളുകളെ ഇരുത്താൻ പാർട്ടി നന്നായി കഷ്ടപ്പെട്ടു. ഇനി ആലങ്കോടല്ല, തൃശൂരിനേറെ പ്രിയപ്പെട്ട VS സുനിൽകുമാർ തന്നെ മത്സരിച്ചാലും കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിൽ തൃശൂരിൽ CPI തോൽക്കും എന്നാണ് പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള സീനിയർ നേതാക്കൾ ഉയർത്തുന്ന പ്രധാന വിമർശനം. അപ്പുറത്തൊല്ലൂർ മണ്ഡലത്തിൽ മന്ത്രി K രാജന്റെ വിജയം പാർട്ടി ഉറപ്പിക്കുമ്പോഴാണ് തൊട്ടടുത്തുള്ള തൃശൂരിൽ ഈ ദുരവസ്ഥ. നഗരമേഖലയിൽ അനുദിനം ശക്തിപ്പെടുന്ന BJPയുടെ വളർച്ചയെ പ്രതിരോധിക്കാൻ ഒരു ചുക്കും ചെയ്യാനാകാത്ത അവസ്ഥയിലേക്ക് തൃശൂരിൽ ഇടതുപക്ഷം മെലിഞ്ഞു. തൃശൂരിൽ ഇപ്പോൾ പോരാട്ടം BJPയും കോൺഗ്രസും തമ്മിൽ മാത്രം. യാഥാർത്ഥ്യം മനസ്സിലാക്കി പിഴവുകൾ തിരുത്തേണ്ടതാര്? CPM-ഉം CPI-യും പരസ്പരം പഴിചാരുമ്പോൾ ഉത്തരവാദിത്വം രണ്ടുപേർക്കും ഒരുപോലെയാണെന്ന് തൃശൂരിലെ സീനിയർ സഖാക്കൾ അടിവരയിട്ട് പറയുന്നു. എന്തായാലും ബലഹീനതകൾക്ക് ഇരയായത് ഇക്കുറി ആലങ്കോട് ലീലാകൃഷ്ണൻ. ജയവും തോൽവിയും പ്രശ്നമല്ലാത്ത അദ്ദേഹത്തിന് ഇനിയും മനോഹരമായ കവിതകൾ എഴുതാൻ കഴിയട്ടെ. കാവ്യജീവിതത്തിൽ വിജയിക്കുന്ന സ്ഥാനാർത്ഥിയായി ആലങ്കോട് തുടരും.